ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ക്ലാസ് 42 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മുഴുവനും ഈ ഒരു ചാപ്റ്റർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിലും നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ചാപ്റ്ററിലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ സിലബസ് നോക്കിയപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ചുകൂടി ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടന്നിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് എൻ്റെ പോർഷനിൽ വെച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് അല്ല. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും ഓസിലേഷനെ കുറിച്ചും അതേപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചും ഒക്കെയാണ് ഇത്രയും നാൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഒരു ടോപ്പിക്കാണ്, സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ചാപ്റ്ററിലെ ഒരു പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ ടോപ്പിക്കിൻ്റെ പേര് ഇതാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ. റിലേഷൻ ബിറ്റ്വീൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ, ഇതാണ് നമ്മുടെ ടോപ്പിക്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ. അതായത് ഒരു പാർട്ടിക്കിൾ ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ആയിക്കോട്ടെ, ആ ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ ആ ഒരു യൂണിഫോം സർക്കുലർ മോഷനും നമ്മുടെ ഈ സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആർ ദേ റിലേറ്റഡ്? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ബന്ധം വരിക? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം സർക്കുലർ മോഷനും അതേപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാൻ പോവുകയാണ്. ബന്ധമുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ബന്ധം വരിക? അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ ഒരു ബന്ധം പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല, യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതാണ് എക്സ് കോർഡിനേറ്റ്, എക്സ് ആക്സിസ്, വൈ കോർഡിനേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്തു. ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ളത് എക്സ് കോർഡിനേറ്റ്, വെർട്ടിക്കൽ ഡയറക്ഷനുള്ളത് വൈ കോർഡിനേറ്റ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, വൈ ആക്സിസ്. ഇനി നമ്മളൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിൾ പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾ പി ആണ്. പി. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ നമ്മൾ ഇനി ഇമാജിൻ ചെയ്യാണ്, ഈ പി എന്ന പാർട്ടിക്കിൾ ഈ കോർഡിനേറ്റിലൂടെ യൂണിഫോം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പി എന്ന പാർട്ടിക്കിൾ ഈ കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പി എന്ന പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷനിൽ ഈ കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ പി. ഈ പി എന്ന പാർട്ടിക്കിൾ ഈ കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ മോഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ O. ഇത് എക്സ് മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പി എന്ന പാർട്ടിക്കിൾ ഈ കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു സർക്കുലർ മോഷനെയാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കുക. പക്ഷെ അവിടെ സ്പീഡായിരിക്കും കോൺസ്റ്റന്റ്, വെലോസിറ്റി ഒരിക്കലും കോൺസ്റ്റന്റ് ആകില്ല. കാരണം സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ മാഗ്നിറ്റ്യൂഡും കാണും,
ഡയറക്ഷനും കാണും. അപ്പോൾ ഏതൊരു പാർട്ടിക്കിൾ ആണെങ്കിലും ആ പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക, പക്ഷേ ആ പാർട്ടിക്കിളിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആകില്ല, പക്ഷേ സ്പീഡ് കോൺസ്റ്റന്റ് ആകും. അങ്ങനെ സ്പീഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്ന ഒരു മോഷനെയാണ് നമ്മൾ സർക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു മോഷനെയാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഈ പി എന്ന പാർട്ടിക്കിള് യൂണിഫോം സർക്കുലർ മോഷനിൽ ഈ കോർഡിനേറ്റിലൂടെ നിരന്തരം സർക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇനിഷ്യലി ടി ഈസ് ഈക്വൽ ടു 0. ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിന് ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കും. ആ പൊസിഷൻ ഞാൻ എ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈം ഇപ്പോൾ നമ്മുടെ സിനാറിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ടിക്കിൾ പി എന്നൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. ഈ പി എന്ന പാർട്ടിക്കിൾ ഈ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ മോഷൻ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിഷ്യലി ഞാൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാണ് ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ് എന്ന ആ ഒരു ടൈമിൽ ഈ പി എന്ന പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഈ സർക്കുലർ പാത്തിലെ ആ സർക്കുലർ പാത്തിന്റെ സർക്കംഫറൻസിലുള്ള പോയിന്റിൽ സർക്കംഫറൻസിലുള്ള എ എന്ന പൊസിഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ടി ഈസ് ഈക്വൽ ടു 0 എന്ന സെക്കൻഡ്സിലുള്ള പി എന്ന പാർട്ടിക്കിളിന്റെ സർക്കുലർ പാത്തിലുള്ള സർക്കംഫറൻസിലെ പൊസിഷനാണ് എ. ഇവിടെ എ എന്ന് പറയുന്നത് ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ടി ഈസ് ഈക്വൽ ടു 0 എന്ന സെക്കൻഡ്സിലുള്ള പി എന്ന പാർട്ടിക്കിളിന്റെ ഈ സർക്കുലർ പാത്തിലെ ആ സർക്കംഫറൻസിന്റെ പൊസിഷനാണ്. സർക്കംഫറൻസിലുള്ള പി എന്ന പാർട്ടിക്കിളിന്റെ പൊസിഷനാണ് എ. ടി ഈസ് ഈക്വൽ ടു 0 എന്ന സെക്കൻഡ്സ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 എന്ന സെക്കൻഡ്സിൽ ഈ പി എന്ന പാർട്ടിക്കിള് ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലുള്ള എ എന്ന പൊസിഷനിൽ ഇരിക്കുകയാണ്. നമ്മൾ ഇമാജിൻ ചെയ്യാനിരിക്കുകയാണ്. ഇനി ഈ പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി എന്ന പാർട്ടിക്കിൾ. ഇനി ഈ പാർട്ടിക്കിൾ ടി ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് മുമ്പോട്ട് പോകുന്തോറും ഈ പി എന്ന പാർട്ടിക്കിൾ എ എന്ന പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ബി എന്ന പൊസിഷനിലെത്തി. അപ്പോൾ ഇനിഷ്യലി ടി ഈസ് ഈക്വൽ ടു 0 എന്ന ടൈമിൽ ഈ പി എന്ന പാർട്ടിക്കിൾ ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലെ എ എന്ന പൊസിഷനിലായിരുന്നു. അതിനുശേഷം പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ പാർട്ടിക്കിൾ ഈ എ എന്ന പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ബി എന്ന പൊസിഷനിലെത്തി. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു T1 ആയപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ് ആയിരുന്നപ്പോൾ ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലുള്ള പൊസിഷൻ ഏതായിരുന്നു? എ ആയിരുന്നു. അതിനുശേഷം പാർട്ടിക്കിള് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം ഈ പാർട്ടിക്കിള് ടൈം പീരീഡ് മുമ്പോട്ട് പോകുന്തോറും ടൈം പീരീഡ് 0 സെക്കൻഡ്സിൽ നിന്നും T1 സെക്കൻഡ്സ് ആയപ്പോൾ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു T1 സെക്കൻഡ്സ് ആയപ്പോൾ ഈ പി എന്ന പാർട്ടിക്കിള് ഈ എ എന്ന പൊസിഷനിൽ നിന്നും ഈ സർക്കുലർ പാത്തിലൂടെ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ബി എന്ന പൊസിഷനിലെത്തി. അപ്പോൾ ഇവിടെ ഈ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ് എന്ന ടൈമിൽ ഈ പി എന്ന പാർട്ടിക്കിളിന്റെ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലുള്ള പൊസിഷൻ ആയിരുന്നു എ. ടി ഈസ് ഈക്വൽ ടു 0 എന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിള് ഈ പി എന്ന പാർട്ടിക്കിൾ ഈ എ എന്ന ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലെ എ എന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും എക്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഏതൊരു പാർട്ടിക്കിൾ ആണെങ്കിലും ആ ഒരു പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്ടിക്കിളിനെയും നമ്മൾ എയറിലേക്ക് ഒരു പ്രത്യേക ആംഗിളിൽ ഒരു പ്രത്യേക വെലോസിറ്റിയിൽ ത്രോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. ഏതൊരു പാർട്ടിക്കിൾ ആണെങ്കിലും ആ ഒരു പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിക്കിളിനെ ഒരു പ്രത്യേക ആംഗിളിൽ പ്രത്യേക വെലോസിറ്റിയിൽ എയറിലേക്ക് ത്രോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഇവിടെയും ഈ ടി ഈസ് ഈക്വൽ ടു 0 എന്ന സെക്കൻഡ് ടൈമിൽ ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലുള്ള പൊസിഷൻ ആയിരുന്നു എ. അതായത് ടി ഈസ് ഈക്വൽ ടു 0 എന്ന ടൈം ഇന്റർവെല്ലിൽ ഈ പി എന്ന പാർട്ടിക്കിള് ഈ സർക്കുലർ പാത്തിലെ എ എന്ന പൊസിഷനിൽ നിലനിൽക്കുന്നു. എന്നാണ് ഇതിന്റെ അർത്ഥം, നിലനിൽക്കുന്നു. അപ്പോൾ ഈ എ എന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഈ പി എന്ന പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് എക്സ് ആയിരിക്കും.
കാരണം ആ പാർട്ടിക്കിൾ വീഴാൻ ചാൻസ് ഉള്ളത് ഈ ഡയറക്ഷനിലായിരിക്കും. താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉള്ളത് ഈ ഡയറക്ഷനിലായിരിക്കും. അതിനുശേഷം വീണ്ടും ടൈം പീരീഡ് മുമ്പോട്ട് പോകും തോറും ടൈം പീരീഡ് t0 സെക്കൻഡ്സിൽ നിന്നും t1 സെക്കൻഡ്സ് ആയപ്പോൾ ഈ പാർട്ടിക്കിൾ അതിന്റെ പൊസിഷൻ മാറി. എ എന്ന പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ബി എന്ന പൊസിഷനിലെത്തി. അപ്പോൾ ഈ ബി എന്ന പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ വീണ്ടും ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബി എന്ന പൊസിഷനിൽ നിന്നും ഈ ബി എന്ന പാർട്ടിക്കിൾ താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉള്ള ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. വീണ്ടും ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. ഇനി വീണ്ടും ഈ ബി എന്ന പൊസിഷനിൽ നിന്നും t is equal to t2 സെക്കൻഡ്സ് ആയപ്പോൾ t2 സെക്കൻഡ്സ് ആയപ്പോൾ ഈ പാർട്ടിക്കിൾ വീണ്ടും ഈ ബി എന്ന പൊസിഷനിൽ നിന്നും വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ സി എന്ന പൊസിഷനിൽ എത്തി. അപ്പോൾ ഈ സി എന്ന പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒറിജിൻ ആയിരിക്കും. ശരിയല്ലേ? ഒറിജിൻ ആയിരിക്കും. നേരെ ഇങ്ങോട്ടാണ് വീഴാൻ ചാൻസ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നേരെ താഴത്തേക്ക് വീഴാനുള്ള ചാൻസ്. പ്രൊജക്ഷൻ ഏതൊരു പാർട്ടിക്കിളിന്റെയും പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എയറിലേക്ക് ആ ഒരു പാർട്ടിക്കിളിനെ ഒരു പ്രത്യേക ആംഗിളിൽ ഒരു പ്രത്യേക വെലോസിറ്റിയിൽ നമ്മൾ ത്രോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ പാർട്ടിക്കിള് വീണ്ടും ബി എന്ന പൊസിഷനിൽ നിന്നും വീണ്ടും ടൈം t=t2 സെക്കൻഡ്സ് ആയപ്പോൾ വീണ്ടും പൊസിഷൻ മാറുകയാണ്. വീണ്ടും ബി എന്ന പൊസിഷനിൽ നിന്നും വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ വീണ്ടും ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ സി എന്ന പൊസിഷനിലെത്തി. ഈ സി എന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒറിജിൻ ആയിരിക്കും. വീണ്ടും പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വീണ്ടും ആ പാർട്ടിക്കിൾ വീണ്ടും ഈ സി എന്ന പൊസിഷനിൽ നിന്നും t=t3 സെക്കൻഡ്സ് ആവുമ്പോൾ വീണ്ടും സി എന്ന പൊസിഷനിൽ നിന്നും വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ഡി എന്ന പൊസിഷനിൽ എത്തി. ഈ ഡി എന്ന പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇത് പ്രൊജക്ഷൻ നമ്പർ 1, പ്രൊജക്ഷൻ നമ്പർ 2, പ്രൊജക്ഷൻ നമ്പർ 3, പ്രൊജക്ഷൻ നമ്പർ 4. ഇവിടെ പ്രൊജക്ഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിള് എ എന്ന പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഈ സർക്കുലർ പാത്തിലെ എ എന്ന പൊസിഷനിൽ പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ ഉള്ള പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷനാണ് പ്രൊജക്ഷൻ നമ്പർ 1. പ്രൊജക്ഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ എ എന്ന പൊസിഷനിൽ നിന്നും ബി എന്ന പൊസിഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ പാർട്ടിക്കിളിൽ ഉണ്ടാവുന്ന പ്രൊജക്ഷൻ ആണ് പ്രൊജക്ഷൻ നമ്പർ 2. അത് പ്രൊജക്ഷൻ നമ്പർ 2 സംഭവിക്കുന്നത് ടൈം പീരീഡ് t=1 സെക്കൻഡ് ആകുമ്പോൾ. പ്രൊജക്ഷൻ നമ്പർ 3 എന്ന് പറയുന്നത് പാർട്ടിക്കിൾ വീണ്ടും അതിന്റെ പൊസിഷൻ മാറി വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റി മൂവ് ചെയ്ത് പൊസിഷൻ നമ്പർ സിയിൽ എത്തി നിൽക്കുമ്പോൾ ആ പാർട്ടിക്കിളിൽ ഉണ്ടാവുന്ന പ്രൊജക്ഷനാണ് പ്രൊജക്ഷൻ നമ്പർ 3. പ്രൊജക്ഷൻ നമ്പർ 3 സംഭവിക്കുന്നത് t=t2 സെക്കൻഡ്സ് ആകുമ്പോഴാണ്. ആ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് നേരെ ഒറിജിനിലേക്കാണ്. പ്രൊജക്ഷൻ നമ്പർ 4 എന്ന് പറയുന്നത് വീണ്ടും ഈ സി എന്ന പൊസിഷനിൽ നിന്നും വീണ്ടും പാർട്ടിക്കിൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ഡി എന്ന പൊസിഷനിലെത്തി ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലെ. അപ്പോൾ ഡി അത് സംഭവിക്കുന്നത് t=t3 സെക്കൻഡ്സ് ആകുമ്പോഴാണ്. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊജക്ഷൻ നമ്പർ 4 ആണ്. അപ്പോൾ പി എന്ന പാർട്ടിക്കിൾ ഡി എന്ന പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്കിൾ ഉണ്ടാവുന്ന പ്രൊജക്ഷനാണ് പ്രൊജക്ഷൻ നമ്പർ 4. പ്രൊജക്ഷൻ നമ്പർ 4 സംഭവിക്കുന്നത് t=t3 സെക്കൻഡ്സ് ആകുമ്പോഴാണ്. വീണ്ടും പാർട്ടിക്കിൾ മൂവ് ചെയ്ത് വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ഇ എന്ന പൊസിഷനിൽ എത്തി. ഇ എന്ന പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ നമ്പർ 5. അതിവിടെ ആയിരിക്കും, വീണ്ടും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. ഇനി വീണ്ടും പാർട്ടിക്കിൾ ഈ ഇ എന്ന പൊസിഷനിൽ നിന്നും വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് എഫ് എന്ന പോയിന്റിലെത്തി. എഫ് എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് -x ആയിരിക്കും. അത് പ്രൊജക്ഷൻ നമ്പർ 6. അപ്പോൾ പ്രൊജക്ഷൻ നമ്പർ 5 ടൈം പീരീഡ് t4 സെക്കൻഡ്സ് ആണ്. പ്രൊജക്ഷൻ നമ്പർ 6 ടൈം പീരീഡ് t5 സെക്കൻഡ്സ് ആണ്. t5 സെക്കൻഡ്സ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അപ്പോൾ ഇത്രയും ഒരു സംഭവം നോക്കിയാൽ ഇനിഷ്യലി ഈ പി എന്ന പാർട്ടിക്കിൾ ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലെ എ എന്ന പൊസിഷനിലായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചത് t=0 സെക്കൻഡ്സിൽ. അപ്പോൾ ഇനിഷ്യലി ഈ പി എന്ന പാർട്ടിക്കിൾ ഈ എ എന്ന പൊസിഷനിൽ എത്തി നിന്നപ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് പ്രൊജക്ഷൻ നമ്പർ 1.
ആ പ്രൊജക്ഷൻ സംഭവിച്ചത് നേരെ എക്സിലേക്കായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു. എക്സ്. അതിനുശേഷം ഈ പാർട്ടിക്കിൾ എ എന്ന പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ബി എന്ന പൊസിഷനിൽ എത്തി. അത് സംഭവിച്ചത് t=t1 സെക്കൻഡ്സ്. ടൈം മുമ്പോട്ട് പോകുന്തോറും ഈ പാർട്ടിക്കിൾ അതിന്റെ പൊസിഷൻ മാറി എ എന്ന പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ട് മറ്റൊരു പൊസിഷനായ ബി എന്ന പൊസിഷനിൽ എത്തി. അപ്പോൾ ബി എന്ന പൊസിഷനിൽ എത്തി നിന്നപ്പോൾ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് വീണ്ടും ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരുന്നു, എക്സ് ആക്സിസിലായിരുന്നു. അത് പ്രൊജക്ഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ പ്രൊജക്ഷൻ നമ്പർ 2 സംഭവിച്ചിരിക്കുന്നത് t=t1 സെക്കൻഡ്സിലാണ്. പ്രൊജക്ഷൻ നമ്പർ 2. പ്രൊജക്ഷൻ നമ്പർ 3 സംഭവിച്ചിരിക്കുന്നത് വീണ്ടും ഈ ബി എന്ന പൊസിഷനിൽ നിന്നും ടൈം മുമ്പോട്ട് പോകുന്തോറും ടൈം t1ൽ നിന്നും t2 സെക്കൻഡ്സ് ആയപ്പോൾ വീണ്ടും ഈ പാർട്ടിക്കിൾ ബി എന്ന പൊസിഷനിൽ നിന്നും വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ സി എന്ന പൊസിഷനിൽ എത്തി. അപ്പോൾ സി എന്ന പൊസിഷനിൽ എത്തി നിന്നപ്പോൾ പ്രൊജക്ഷൻ സംഭവിച്ചത് നേരെ ഒറിജിനിലേക്കായിരുന്നു. ഒറിജിൻ. അത് നമ്മൾ പ്രൊജക്ഷൻ നമ്പർ 3 ആയിട്ട് എടുത്തു. അപ്പോൾ പ്രൊജക്ഷൻ നമ്പർ 3 സംഭവിച്ചിരിക്കുന്നത് t=t2 സെക്കൻഡ്സിലാണ്. വീണ്ടും പാർട്ടിക്കിൾ വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ വീണ്ടും പാർട്ടിക്കിൾ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ഡി എന്ന പൊസിഷനിൽ എത്തി. അപ്പോൾ ഡി എന്ന പൊസിഷനിൽ എത്തി നിന്നപ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ വീണ്ടും എക്സ് ആക്സിസിലേക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് തന്നെ സംഭവിച്ചു. അത് നമ്മൾ പ്രൊജക്ഷൻ നമ്പർ 4 ആയിട്ട് എടുത്തു. അപ്പോൾ പ്രൊജക്ഷൻ നമ്പർ 4 സംഭവിക്കുന്നത് t=t0, t1, t2, t3. t3യിലാണ് പ്രൊജക്ഷൻ നമ്പർ 4 സംഭവിക്കുന്നത്. t0, t1, t2, t3യിലാണ് പ്രൊജക്ഷൻ നമ്പർ 4 സംഭവിക്കുക. വീണ്ടും ഈ പാർട്ടിക്കിൾ ഡി എന്ന പൊസിഷൻ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ ഡി എന്ന പൊസിഷനിൽ എത്തി നിന്നപ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരുന്നു, എക്സ് ആക്സിസിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അത് നമ്മൾ പ്രൊജക്ഷൻ നമ്പർ 5 ആയിട്ട് എടുത്തു. അപ്പോൾ പ്രൊജക്ഷൻ നമ്പർ 5 എന്ന് പറയുന്നത് t4 സെക്കൻഡ്സിലാണ് സംഭവിക്കുക. അതിനുശേഷം വീണ്ടും പാർട്ടിക്കിൾ മൂവ് ചെയ്ത് എന്ന പൊസിഷനിൽ എത്തി. ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് വീണ്ടും എന്ന പൊസിഷനിൽ എത്തി. എന്ന പൊസിഷനിൽ എത്തി നിന്നപ്പോൾ പാർട്ടിക്കിൾ ഉണ്ടായ പ്രൊജക്ഷനാണ് പ്രൊജക്ഷൻ നമ്പർ 5. പ്രൊജക്ഷൻ നമ്പർ 5 സംഭവിക്കുന്നത് t4 സെക്കൻഡ്സ്. അതിനുശേഷം വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ എഫിലെത്തി. എഫിലെത്തി നിന്നപ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ -xലായിരുന്നു. അപ്പോൾ പാർട്ടിക്കിൾ എ എന്ന പൊസിഷൻ ഉണ്ടായിരുന്നപ്പോൾ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് എക്സിലായിരുന്നു. പാർട്ടിക്കിൾ എഫ് എന്ന പൊസിഷൻ എത്തി നിന്നപ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് -xലായിരുന്നു. ഇനി വീണ്ടും ഈ പാർട്ടിക്കിൾ സർക്കുലർ പാത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ഈ പാർട്ടിക്കിൾ വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റി മൂവ് ചെയ്ത് മറ്റൊരു പൊസിഷനായ ജി എന്ന പൊസിഷനിൽ എത്തി. അപ്പോൾ ജി എന്ന പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും സംഭവിക്കുക. അപ്പോൾ ജി എന്ന പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ജി എന്ന പൊസിഷനിൽ വീണ്ടും എഫ് എന്ന പോയിന്റിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ജി എന്ന പൊസിഷനിൽ എത്തി. ഈ സർക്കംഫറൻസിലെ ജി എന്ന പൊസിഷനിൽ എത്തി. ആ ജി എന്ന പൊസിഷനിൽ പി എന്ന പാർട്ടിക്കിൾ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും സംഭവിക്കുക. വീണ്ടും പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഈ സർക്കംഫറൻസിലെ എച്ച് എന്ന പോയിന്റിലെത്തി. എച്ച് എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും സംഭവിക്കുക. വീണ്ടും പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ജെ എന്ന പോയിന്റിലെത്തി. അപ്പോൾ ജെ എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ വീണ്ടും ഒറിജിനൽ. വീണ്ടും പാർട്ടിക്കിൾ ഈ ജെ എന്ന പോയിന്റിൽ നിന്ന് വീണ്ടും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് ജി എന്ന പോയിന്റിലെത്തി, കെ എന്ന പോയിന്റിലെത്തി. അപ്പോൾ കെ എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ഒറിജിനിൽ നിന്നും മാറി ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് വന്നു, പോസിറ്റീവ് എക്സിലേക്ക് വന്നു. വീണ്ടും പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് എൽ എന്ന പോയിന്റിലെത്തി. എൽ എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് നേരെ എക്സിലേക്കാണ്. അപ്പൊ ഇനി വീണ്ടും പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്ത് വീണ്ടും എ എന്ന പൊസിഷൻ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എക്സിലായി. വീണ്ടും ബി എന്ന പൊസിഷൻ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ നമ്പർ 2 വീണ്ടും സി എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ വീണ്ടും ഒറിജിനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. വീണ്ടും
പാർട്ടിക്കിളിന്റെ പൊസിഷൻ സി എന്ന പൊസിഷനിൽ നിന്നും ഡിയിലേക്ക് ആകുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും മാറി -x വന്നു. വീണ്ടും പൊസിഷൻ മാറി ഇ എന്ന പോയിന്റിൽ എത്തുമ്പോൾ വീണ്ടും പ്രൊജക്ഷൻ -x വന്നു. വീണ്ടും പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറി ഇയിൽ നിന്നും എഫ് ആകുമ്പോൾ വീണ്ടും അത് -x ആയി. വീണ്ടും പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ജി എന്ന പോയിന്റിൽ എത്തുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ -x വന്നു, ഈ ഡയറക്ഷനിലേക്ക് വന്നു. വീണ്ടും പാർട്ടിക്കിൾ ജി എന്ന പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ എച്ച് എന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും -x തന്നെ വന്നു, ഈ ഡയറക്ഷനിലേക്ക് വന്നു. വീണ്ടും പാർട്ടിക്കിൾ ഈ എച്ച് എന്ന പോയിന്റിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ ജെ എന്ന പോയിന്റിൽ എത്തുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ നേരെ വീണ്ടും ഒറിജിനിലേക്ക് വന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പി എന്ന പാർട്ടിക്കിൾ ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിലായിരിക്കില്ലേ? കാരണം പ്രൊജക്ഷൻ ആദ്യം എക്സിലെത്തുന്നു, അതിനുശേഷം ഒറിജിനിലെത്തുന്നു, അതിനുശേഷം -x എത്തി. വീണ്ടും പ്രൊജക്ഷൻ മൂവ് ചെയ്തു പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പ്രൊജക്ഷൻ മാറി വീണ്ടും പ്രൊജക്ഷൻ ഒറിജിനിലേക്ക് എത്തി. അതിനുശേഷം വീണ്ടും പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ മാറി വീണ്ടും എക്സിലേക്ക് എത്തി. വീണ്ടും അവിടെ നിന്ന് പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ മാറി വീണ്ടും ഒറിജിനിലേക്ക് എത്തി. അതിനുശേഷം വീണ്ടും പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ മാറി വീണ്ടും -x എത്തി. വീണ്ടും പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ മാറി വീണ്ടും പ്രൊജക്ഷൻ ഒറിജിനിലേക്ക് എത്തി. വീണ്ടും പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ മാറി വീണ്ടും പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എക്സിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ ശരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കുലർ പാത്തിലാണ്. പക്ഷേ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിലല്ലേ? അതായത് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രം -x to x, ഫ്രം x to -x ത്രൂ ഒറിജിൻ. അപ്പോൾ ഓരോ തവണയും ഈ പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ കവർ ചെയ്യുമ്പോഴും ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ നടക്കുന്നത് ഫ്രം x to -x ത്രൂ ഒറിജിൻ O. അതിനുശേഷം ഫ്രം -x to x ത്രൂ ഒറിജിൻ O. പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഓരോ തവണയും ഈ പി എന്ന പാർട്ടിക്കിൾ സർക്കുലർ പാത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ തവണയും ഈ പി എന്ന പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഫ്രം x to -x ത്രൂ ഒറിജിൻ O. അതിനുശേഷം ഫ്രം -x to x ത്രൂ ഒറിജിൻ O. അതിനുശേഷം വീണ്ടും ഫ്രം x to -x ത്രൂ ഒറിജിൻ O. അതിനുശേഷം വീണ്ടും ഫ്രം -x to x ത്രൂ ഒറിജിൻ O. അപ്പോൾ ഓരോ തവണയും ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എക്സിൽ നിന്നും -xലേക്കും -xൽ നിന്നും എക്സിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏത് പോയിന്റ് കവർ ചെയ്തുകൊണ്ട്? ഈ ഒറിജിൻ എന്ന O കവർ ചെയ്തുകൊണ്ട്. ശരിയല്ലേ? അത് തന്നെയാണ് ശരിക്കും ഓസിലേഷൻ അല്ലെങ്കിൽ SHM. അപ്പോൾ ഇവിടെ ശരിക്കും ഒരിക്കലും യൂണിഫോം സർക്കുലർ മോഷൻ, ഒരു പാർട്ടിക്കിളിന്റെ യൂണിഫോം സർക്കുലർ മോഷൻ അല്ല ശരിക്കും SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷനോട് ഈക്വൽ ആവുന്നത്. ആ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ആണ് ശരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷനോട് ഈക്വൽ ആവുന്നത്. ശരിയല്ലേ? ഇവിടെ പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ നോക്കൂ. പ്രൊജക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഫ്രം x to -x. അപ്പോൾ ആ പ്രൊജക്ഷൻ എക്സിൽ നിന്നും -xലേക്ക് എത്തുന്നത് ഈ ഒറിജിൻ എന്ന O കവർ ചെയ്തുകൊണ്ടാണ്. അതിനുശേഷം വീണ്ടും ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ -xൽ നിന്നും എക്സിലേക്ക് എത്തുന്നത് ഈ ഒറിജിൻ എന്ന O കവർ ചെയ്തുകൊണ്ടാണ്. അതിനുശേഷം വീണ്ടും ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എക്സിൽ നിന്നും -xലേക്ക് എത്തുന്നത് വീണ്ടും ഈ ഒറിജിൻ എന്ന O കവർ ചെയ്തുകൊണ്ടല്ലേ? അതിനുശേഷം വീണ്ടും പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ -xൽ നിന്നും എക്സിലേക്ക് എത്തുന്നത് ഒറിജിൻ എന്ന O കവർ ചെയ്തുകൊണ്ടാണ്. അത് തന്നെയാണ് ശരിക്കും ഓസിലേഷൻ അല്ലെങ്കിൽ SHM. ഓസിലേഷൻ എന്താണ് പറയുന്നത്? ഏതൊരു പാർട്ടിക്കിളിന്റെയും ടു ആൻഡ് ഫ്രോ ഡയറക്ഷനുള്ള ഒരു മോഷനാണ്. ഒരു പർട്ടിക്കുലർ ഫിക്സഡ് പോയിന്റ് ഉണ്ട് എന്ന് നമ്മൾ എടുത്താൽ, ഒരു ഫിക്സഡ് പോയിന്റ് എടുത്താൽ ആ ഫിക്സഡ് പോയിന്റിലൂടെയുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ SHM എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും പ്രൊജക്ഷനല്ലേ ശരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷനോട് ഈക്വൽ ആവുന്നത്, അല്ലാതെ സർക്കുലർ പാത്ത് അല്ല ഈക്വൽ ആവുന്നത്. അപ്പോൾ ഒരിക്കലും യൂണിഫോം സർക്കുലർ മോഷൻ നോട്ട് ഈക്വൽ ടു SHM. Uniform circular path not equal to SH. But the projection of uniform circular motion, ആ യൂണിഫോം സർക്കുലർ മോഷന്റെ പ്രൊജക്ഷൻ ആണ്
സിമ്പിൾ ഹാർമോണിക് മോഷനോട് ഈക്വൽ ആവുന്നത്. പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഈക്വൽ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ. പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ. UCM എന്ന് പറഞ്ഞാൽ യൂണിഫോം സർക്കുലർ മോഷൻ. Projection of uniform circular motion is equal to simple harmonic motion. And the uniform circular motion not equal to simple harmonic motion. But the projection of uniform circular motion is equal to simple harmonic motion. Very, very important. Projection of uniform circular motion is equal to simple harmonic motion. അപ്പോൾ അത് എങ്ങനെ എന്നുള്ളത് നമ്മുടെ ഒരു എക്സാമ്പിളിലൂടെ കണ്ടു. അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ പി എന്ന പാർട്ടിക്കിള് ഒരു XY എന്ന കോർഡിനേറ്റിലൂടെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്തു. ആദ്യം നമ്മൾ t=0 സെക്കൻഡ്സ് എടുത്തു. അപ്പോൾ t=0 സെക്കൻഡ്സിൽ ആ പി എന്ന പാർട്ടിക്കിളിന്റെ ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലുള്ള പൊസിഷൻ A ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ ആ പാർട്ടിക്കിളെ A എന്ന പൊസിഷനിൽ ഇരുന്നപ്പോൾ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് നേരെ Xയിലേക്കായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ പാർട്ടിക്കിളെ A എന്ന പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലെ B എന്ന പൊസിഷൻ എത്തി. B എന്ന പൊസിഷൻ എത്തി നിൽക്കുമ്പോൾ വീണ്ടും ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് Xൽ തന്നെയായിരുന്നു, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരുന്നു. അതിനുശേഷം B എന്ന പൊസിഷനിൽ നിന്നും C എന്ന പൊസിഷനിലേക്ക് എത്തിയപ്പോൾ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് നേരെ ഒറിജിനായ ഓയിലേക്കായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ടൈം പീരീഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടൈം പീരീഡ് കൂടി ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ എത്തിയപ്പോൾ പാർട്ടിക്കിളിന്റെ പൊസിഷൻ Xൽ നിന്നും -X ആയി. ഇപ്പുറത്തേക്ക് വന്നു പ്രൊജക്ഷൻ. അതിനുശേഷം വീണ്ടും പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ മാറി പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ നേരെ ഒറിജിനിലേക്ക് തന്നെ എത്തി. അതിനുശേഷം ടൈം പീരീഡ് മുമ്പോട്ട് പോകും തോറും പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ മാറി ഫൈനലി പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ Xൽ തന്നെ എത്തി. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കുലർ പാത്തിലാണ്. പക്ഷേ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് Xൽ നിന്നും -Xലേക്ക്, വീണ്ടും -Xൽ നിന്നും Xലേക്ക്, ത്രൂ ഏത് പോയിന്റ് കവർ ചെയ്തുകൊണ്ട്, ഒറിജിൻ എന്ന പോയിന്റ് കവർ ചെയ്തുകൊണ്ട്. ശരിയല്ലേ? അതാണ് നമ്മൾ ആ എക്സാമ്പിളിൽ കണ്ടത്. അപ്പോൾ ഓരോ തവണയും ഈ പാർട്ടിക്കിളിന്റെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ മാറി ഓരോ തവണയും പ്രൊജക്ഷൻ ശരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കുലർ പാത്തിലാണ്. പക്ഷേ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് ഫ്രം X to -X, from -X to X, from X to X, X to -X, from -X to X. ഓരോ തവണയും ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ Xൽ നിന്നും -Xലേക്കും -Xൽ നിന്നും Xലേക്കും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതൊരു പോയിന്റ് കവർ ചെയ്തുകൊണ്ട്, ഒറിജിൻ എന്ന O കവർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനായ O ആണ്. അപ്പോൾ ഓസിലേഷൻ എന്താണ് ഒരു ഓസിലേഷന്റെ ഡെഫിനിഷൻ? ഏതൊരു പാർട്ടിക്കിളിന്റെയും നമ്മൾ ഒരു മീൻ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റ് എടുത്താൽ ആ ഒരു ഫിക്സഡ് പോയിന്റിലൂടെയുള്ള അല്ലെങ്കിൽ ആ ഒരു മീൻ പോയിന്റിലൂടെയുള്ള ഒരു പാർട്ടിക്കിളിന്റെ ടു ആൻഡ് ഫ്രോ മോഷനെയാണ്, ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിലുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ അത് തന്നെയല്ലേ ആ സർക്കുലർ മോഷൻ സംഭവിച്ചത്, ആ സർക്കുലർ മോഷന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത്. അപ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കുലർ പാത്തിലാണ്, യൂണിഫോം സർക്കുലർ പാത്തിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. പക്ഷേ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് Xൽ നിന്നും -Xലേക്കും -Xൽ നിന്നും Xലേക്കാണ്. അപ്പോൾ ഓരോ തവണ Xൽ നിന്നും -Xലേക്കും -Xൽ നിന്നും Xലേക്കും ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറിജിൻ എന്ന O കവർ ചെയ്തുകൊണ്ടാണ്. അത് തന്നെയാണ് ശരിക്കും ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനും യൂണിഫോം സർക്കുലർ മോഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. Projection of uniform circular motion is equal to simple harmonic motion. This is the relationship between SHM and simple harmonic motion and uniform circular motion, and the relationship is projection of uniform circular motion is equal to simple harmonic motion. Relationship note ചെയ്തു വെച്ചോളുക. So the relationship between, അപ്പോൾ എപ്പോഴെങ്കിലും എക്സാമിന് വൺ വേർഡിലൊക്കെ define the relationship between. How will you justify the relationship between simple harmonic
ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് ചോദിച്ചാൽ വൺ വേർഡിലൊക്കെ ചോദിച്ചാൽ എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ല. അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ എക്സാമ്പിൾ പറയണമെന്നില്ല. ഈ ഡെഫിനേഷൻ എഴുതിയാൽ മതി. പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഈക്വൽ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കോർഡിനേറ്റ് വരച്ച് നമ്മൾ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്ത് ഓരോ തവണയും ടൈം പീരീഡ് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറ്റി പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ മാറുന്നത് നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനും യൂണിഫോം സർക്കുലർ മോഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്. പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഈക്വൽ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകും, ഇതാണ് റിലേഷൻഷിപ്പ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ. Projection along horizontal diameter. അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷനും അതേപോലെ തന്നെ യൂണിഫോം സർക്കുലർ മോഷനും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലുള്ള പ്രൊജക്ഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു കോർഡിനേറ്റ് കൺസിഡർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്. നമ്മളിവിടെ പഴയ പോലെ തന്നെ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു. പാർട്ടിക്കിളാണ് പി. അപ്പോൾ ഇവിടെ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാണ്. പാർട്ടിക്കിളിൻ്റെ പേരാണ് പി. പി എ ആണ് നമ്മൾ പാർട്ടിക്കിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പി എന്ന പാർട്ടിക്കിള് ഈ കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു. നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിൾ പി ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിള് ഈ കോർഡിനേറ്റിലൂടെ പി എന്ന പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ പാത്തിൽ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ഡയമീറ്ററിലുള്ള ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇനിഷ്യലി ഇവിടെ ഇരിക്കാന്ന് വെച്ചാൽ ഒറിജിനൽ ഇരിക്കുകയാണെന്ന് വെക്കാം. എക്സ് മൈനസ് എക്സ്. നമ്മൾ ഹൊറിസോണ്ടൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഡയമീറ്റർ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലുള്ള പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനിഷ്യലി പാർട്ടിക്കിൾ പി എന്ന പാർട്ടിക്കിളിന്റെ പൊസിഷൻ എ ഇവിടെ ഒറിജിനിലാണെന്ന് വെക്കാം. ഈ ഒറിജിനിൽ നിന്നും ഈ പാർട്ടിക്കിൾ പി എന്ന പാർട്ടിക്കിൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മറ്റൊരു പൊസിഷനായ ബി എന്ന പോയിന്റിൽ എത്തി. അപ്പോൾ ആദ്യം ഇനിഷ്യലി ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ് ആയിരുന്നപ്പോൾ ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ഈ സർക്കുലർ പാത്തിലെ പൊസിഷൻ എവിടെയായിരുന്നു? ഒറിജിനിലായിരുന്നു, എയിലായിരുന്നു. ഒറിജിനിലെ എ എന്ന പോയിന്റിലായിരുന്നു. അതിനുശേഷം ഈ പാർട്ടിക്കിൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലെ മറ്റൊരു പോയിന്റായ ബി എന്ന പോയിന്റിൽ എത്തി. അപ്പോൾ ഈ ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ശരിയല്ലേ? പ്രൊജക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അതായത് ബി എന്ന പൊസിഷൻ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും, തീറ്റ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇനിഷ്യലി പി എന്ന പാർട്ടിക്കിൾ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ് ആയിരുന്നു. നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ഡയമീറ്ററിലുള്ള പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തു പി എന്നൊരു പാർട്ടിക്കിൾ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിൽ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലെ ഒറിജിനിലുള്ള എ എന്ന പൊസിഷനിലായിരുന്നു. അതിനുശേഷം ഈ പാർട്ടിക്കിൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് ഈ സർക്കംഫറൻസിലെ മറ്റൊരു പോയിന്റായ ബി എന്ന പോയിന്റിൽ എത്തി.
അപ്പോൾ ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ തീർച്ചയായിട്ടും സംഭവിക്കുക ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് പാർട്ടിക്കിൾ ആ ബി എന്ന പോയിന്റിൽ നിന്നും താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉള്ള ഈ ഒരു ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആയിരിക്കും, നേരെ എക്സിലേക്കായിരിക്കും വരിക. ശരിയല്ലേ? അപ്പോൾ ഇത് നമ്മൾ പ്രൊജക്ഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു, അതായത് എക്സ് ആക്സിസിലെ പ്രൊജക്ഷൻ നമ്പർ 1. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു തീറ്റ. അപ്പോൾ ഇവിടെ തീറ്റയെ ഞാൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇൻറ്റു ടൈം ആവണം. ശരിയല്ലേ? സോ ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി, where here angular theta is the angular displacement, omega is the angular velocity, not angular frequency, angular velocity, and t is the time period. So omega theta is equal to omega t. അപ്പോൾ ഇവിടെ ഇതാണ് ഡയമീറ്റർ. ഈ സർക്കുലർ പാത്തിന്റെ ഏതൊരു സർക്കിളിലും ഒരു ഡയമീറ്റർ കാണും. അപ്പോൾ ഡയമീറ്ററിന്റെ ഹാഫിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുക, റേഡിയസ്. അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എ ആയിട്ട് ഞാൻ എടുക്കണം. ഇവിടെ ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആയിട്ട് ഞാൻ, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും ഡയമീറ്ററിന്റെ ഹാഫ്. അപ്പോൾ ഇവിടെ ഞാൻ റേഡിയസ് ആയിട്ട് എ എടുക്കുകയാണ്, ഒറിജിനിൽ നിന്നും ഈ എക്സ് എന്ന ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എ ആയിരിക്കില്ലേ? ഒറിജിനിൽ നിന്നും ഈ ബി എന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ എക്ക്, അതായത് ഈ എക്ക് രണ്ട് കമ്പോണൻസ് കാണും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റും. ഏതായിരിക്കും വെർട്ടിക്കൽ കമ്പോണന്റ്? എ കോസ് തീറ്റ. ഏതായിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണന്റ്? എ സൈൻ തീറ്റ. പക്ഷേ ഇവിടെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എക്സ് ആക്സിസിലേക്കാണ്. ശരിയല്ലേ? ഒരിക്കലും പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് വൈ ആക്സിസിലേക്കല്ല. പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് നേരെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കാണ്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലേക്കാണ്. അതായത് ഇവിടെ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി, എ സൈൻ തീറ്റ, ആംഗിൾ തീറ്റ, or theta is equal to omega t. So x is equal to a sin omega t. എന്തുകൊണ്ടാണ് എ സൈൻ ഒമേഗ ടി ആയത്? പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ റേഡിയസ് എ ആയിട്ട് എടുത്തു. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ ഹാഫ്, അതായത് ഒറിജിനിൽ നിന്നും ആ സർക്കംഫറൻസ് വരെയുള്ള സർക്കിളിന്റെ ആ ഒരു പർട്ടിക്കുലർ സർക്കംഫറൻസിന്റെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയുള്ള ദൂരം, അത് ഞാൻ എ ആയിട്ട് എടുത്തു. അപ്പോൾ ഈ ഒറിജിനിൽ നിന്നും ഈ ബി എന്ന പോയിന്റ് വരെയുള്ള ദൂരം എ റേഡിയസ് ആവണമല്ലോ, എ. അപ്പോൾ ഈ എയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണിത്, വെർട്ടിക്കൽ ഡയറക്ഷനുള്ള കമ്പോണന്റ് ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റ് എ കോസ് തീറ്റയും ആയിരിക്കും, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എ സൈൻ തീറ്റ ആയിരിക്കും. പക്ഷേ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ എക്സിലേക്കാണ് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. സോ പ്രൊജക്ഷൻ ഹിയർ ഇൻ ദിസ് കേസ് projection of the particle is at x is equal to a sin theta, where theta is equal to omega t. Therefore, projection of the particle p along the projection of the particle p at x is equal to a sin omega t. അപ്പോൾ അതായത് ഈ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലുള്ള പ്രൊജക്ഷൻ സംഭവിച്ചപ്പോൾ ഉള്ള പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ആണ് എ സൈൻ ഒമേഗ ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. നമ്മൾ ഒരു പാർട്ടിക്കിളിന്റെ പി എന്നൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള, ഹൊറിസോണ്ടൽ ഡയമീറ്ററിലുള്ള. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു ഒരു യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒരിക്കലും യൂണിഫോം സർക്കുലർ മോഷൻ അല്ല സിമ്പിൾ ഹാർമോണിക് മോഷനോട് ഈക്വൽ ആകുക, മറിച്ച് ഈക്വൽ ആകുന്നത് ആ യൂണിഫോം സർക്കുലർ മോഷന്റെ പ്രൊജക്ഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും കൂടിയാണ് ഒരുമിച്ച് ആണ് ഈക്വൽ ആക്കുക. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പ്രൊജക്ഷൻ നമ്മൾ കണ്ടു, ആ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലായി പ്രൊജക്ഷൻ ഓഫ് ദ യൂണിഫോം സർക്കുലർ മോഷൻ ഇസ് ഈക്വൽ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കുള്ള ഒരു പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ് വൈ കോർഡിനേറ്റ് എടുത്തു. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ പി. അപ്പോൾ ഈ പി എന്ന പാർട്ടിക്കിൾ ഈ കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിഷ്യലി ഇതാണ് നമ്മുടെ ഒറിജിൻ O, എക്സ് മൈനസ് എക്സ്. എക്സ് മൈനസ് എക്സ്. അപ്പോൾ
ഇനിഷ്യലി ഈ പി എന്ന പാർട്ടിക്കിൾ ഈ സർക്കുലർ പാത്തിലെ എ എന്ന ഒറിജിനിലെ എ എന്ന പോയിന്റിലായിരുന്നു. ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ് ആണ്. അതിനുശേഷം ഈ പാർട്ടിക്കിള് ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് ഈ സർക്കുലർ പാത്തിലെ സർക്കംഫറൻസിലെ ബി എന്ന പോയിന്റിലെത്തി. അപ്പോൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ ഈ പാർട്ടിക്കിൾ എ എന്ന പോയിന്റിൽ നിന്ന് മൂവ് ചെയ്ത് ബി എന്ന പോയിന്റിൽ എത്തുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കാൻ നേരെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കായിരിക്കും, അല്ലെങ്കിൽ എക്സ് ആക്സിസിലേക്കായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ റേഡിയസ് ആയിട്ട് എ എടുക്കുക. ഈക്വൽ ഡിസ്റ്റൻസ്. ഇവിടെ ഞാൻ ഇതാണ് ഒറിജിൻ. റേഡിയസ് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ ഹാഫ്. അപ്പോൾ ഇവിടെ ഞാൻ റേഡിയസ് ആയിട്ട് എടുക്കുന്നത് എ ആണ്, ക്യാപിറ്റൽ എ. അപ്പോൾ എ എന്ന ഇനിഷ്യലി പി എന്ന ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിൽ പി എന്ന പാർട്ടിക്കിൾ ഒറിജിനിലെ എ എന്ന പോയിന്റിലായിരുന്നു. അതിനുശേഷം പാർട്ടിക്കിൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്ത് മറ്റൊരു പോയിന്റായ ബി എന്ന പോയിന്റിലെത്തി. അപ്പോൾ ഈ ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കുക ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കായിരിക്കും, അല്ലെങ്കിൽ എക്സ് ആക്സിസിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒ എന്ന ഒറിജിനിൽ നിന്നും ഈ ബി വരെയുള്ള ദൂരം അത് എ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ആയ ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇൻറ്റു ടൈം ആയിരിക്കില്ലേ. സോ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. അപ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്ന റേഡിയസ് ആണ്. ഈ എക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്. ഏതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്? എ സൈൻ ഒമേഗ ടി. ഏതായിരിക്കും വെർട്ടിക്കൽ കമ്പോണന്റ്? ആംഗിളിന് അടുത്തുള്ളത് എ കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് ഒമേഗ ടി. പക്ഷെ ഇവിടെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കാണ്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലാണ്. ശരിയല്ല? അതായത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ എക്സിലേക്കാണ് പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്, പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ in this case projection of particle x is equal to horizontal component ഏതാണ്? a. അതായത് a യുടെ horizontal component ഏതാണ്? a sin theta. എന്തുകൊണ്ടാണ് നമ്മൾ horizontal component എടുക്കുന്നത്? പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ എക്സിലേക്കാണ് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് x is equal to a sin theta. Theta is equal to omega t. So x is equal, ഇവിടെ x എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലുള്ള പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ x is equal to a sin theta is equal to omega t. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ളപ്പോൾ പാർട്ടിക്കിൾ a എന്ന പോയിന്റിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ b എന്ന പോയിന്റിൽ എത്തി നിന്നപ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ എക്സിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുത്തത്. സോ പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ x is equal to a sin omega t. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലുള്ള പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ഒരു പാർട്ടിക്കിൾ വീണ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ആണ് x is equal to a sin omega t. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കായിരുന്നു, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു. ഇത്രയും നാളെ നമ്മൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിനുശേഷം ആ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. ടൈം പീരീഡ് പഠിച്ചു, ഫ്രീക്വൻസി പഠിച്ചു, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ഫ്രീക്വൻസി എല്ലാം പഠിച്ചു. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാണ് ഒരു യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുക? എന്തെങ്കിലും ബന്ധമുണ്ട്? അപ്പോൾ ശരിക്കും ഒരിക്കലും യൂണിഫോം സർക്കുലർ മോഷൻ അല്ല സിമ്പിൾ ഹാർമോണിക് മോഷനോട് ഈക്വൽ ആകുന്നത്. മറിച്ച് ആ യൂണിഫോം സർക്കുലർ പാത്തിലൂടെ ഉണ്ടാകുന്ന പ്രൊജക്ഷനാണ്, ആ പാർട്ടിക്കിളിന്റെ ഓരോ ടൈം ഇന്റർവെല്ലിലുള്ള പ്രൊജക്ഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷനോട് ഈക്വൽ ആക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാർട്ടിക്കിൾ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്ക് പ്രൊജക്ട് ചെയ്താൽ അല്ലെങ്കിൽ വീണാൽ ഉള്ള പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഈ പ്രൊജക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 1 വേർഡ് റിലേഷൻഷിപ്പ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചാൽ നമ്മൾ 1 വേർഡിൽ എഴുതിയാൽ മതി. റിലേഷൻഷിപ്പ് മാത്രം ചോദിക്കുകയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഇസ് ഈക്വൽ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് എഴുതുക. അതല്ല
കുറച്ചുകൂടി കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കോർഡിനേറ്റർ വരച്ച് പാർട്ടിക്കുലർ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്ത് ഓരോ ടൈം ഇൻ്റർവെല്ലിലുള്ള പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചുള്ള പ്രൊജക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് വേണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. അതിനുശേഷം ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ട് എൻ്റെ പോർഷനിൽ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.